ഇവർക്ക് എന്നും യാത്രയാണല്ലോ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതെ, എന്നും യാത്രയാണ്. എന്ത് ചെയ്യാൻ, ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ. തലേ ദിവസം രാത്രി വിളിച്ചിട്ടാണ് കേട്ടോ ചേച്ചി പറയണത്, ഞാനത് നാളെ രാവിലെ കോഴിക്കോട് എയർപോർട്ടിലെത്തും, അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് ചേച്ചി നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്താ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് പെട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, എന്താണെന്നറിയില്ല എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒരാളെ ഫോണിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയ കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ ഒന്ന് വാങ്ങി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയണത് സിമ്മിടാത്ത ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വിളിച്ചാൽ കിട്ടുക. പിന്നെ ദേ ഈ ചാടി കടന്ന് പോകുന്നത് ഒരു വൻ കോമഡിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരത്തേ പോലെ നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ വന്നു, ഞങ്ങൾ ദേ പോയിക്കൊണ്ടിരിക്കുന്നത് ദേ ഇവിടേക്കാണ് കേട്ടോ, നമ്മുടെ സ്വന്തം സ്ഥാപനം ലക്സൗറ ദ ബ്യൂട്ടി ലോഞ്ച്. അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഞങ്ങൾ വന്നോടുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഷോപ്പിലേക്ക് പോകേണ്ടത് എനിക്ക് ബൊട്ടോക്സ് ചെയ്യണം, മുടി ആകെ ഡാമേജ് ആയിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ബൊട്ടോക്സ് ചെയ്യണം എന്നുള്ളത് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു, ഞങ്ങൾ ചേച്ചിയുടെ കൺസൾട്ടേഷനൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ബൊട്ടോക്സ് ചെയ്ത് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൺസൾട്ടിങ്ങും കാര്യങ്ങളും എത്രത്തോളം ഡാമേജ് ആണ്, അല്ലെങ്കിൽ ഹെയർ ഫോൾ എത്രത്തോളം ഉണ്ട്, ഫ്രഷ്നെസ് ആണോ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ആയാലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുടി കെയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതെൻ്റെ ആഫ്റ്റർ റിസൾട്ടാണ് കേട്ടോ. ഇത് വളരെ സ്മൂത്തനിങ് ആണ്, സോഫ്റ്റാണ്, കെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ദേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രക്ഷേട്ടൻ ചോദിച്ചു ഓരോ മോരും വെള്ളം കാച്ചിരുന്നു. അപ്പോൾ പിന്നെ അതും കാച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി.